നല്ല മണമല്ലേ? ഒരു മിനിറ്റ്, ഇത് നല്ലതാ. പോരാ. நல்ல இல்லையா கெட்டதா அது? கௌரி இப்பவே நிறைய சப்பு இல்ல, இனி மழை பெஞ்சதுன்னா அவ்வளவுதான், ஒரு மாதிரி ஆயிடும் இதெல்லாம். അത് തന്നെ, നല്ല ചൂടില്ലേ ഇപ്പം, അതുകൊണ്ട് മഴ വരാൻ ഭയങ്കര ലേറ്റ് ആവുന്നാണ് തോന്നുന്നു. ഹലോ, എന്താണ് പരിപാടി? ഇവിടെ സിനിമാ പ്രദർശനം. കോമഡിയേ ആണ്. ചേച്ചി ചൂരം കൊടു, അല്ല പണിയായിട്ട്. ഓ ഹലോ, നിങ്ങളൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ തന്നെയാണ് ഇവിടുത്തെ പണിയൊക്കെ ചെയ്തോണ്ടിരുന്നത്. ഓഹോ, അപ്പൊ അതിന് ശേഷം പണിയണ്ടേ? ഇല്ല ചേച്ചി ചെയ്യും. ആകെ ഉറക്ക്. എന്താണ് ഇവിടൊക്കെ വൃത്തിയാക്കുന്ന? വീടിന്റെ അകവേ വൃത്തിയാവണല്ല, പരിസരമെങ്കിലും വൃത്തിയാവട്ടെ. എന്താ അങ്ങനെ ഒരു ടോക്ക്? മോളെ, നീയും കല്ലും കൂടെ വീണ്ട മൊത്തം പേപ്പർ പിച്ചുവാരിട തന്നെ. அது கௌரி சொன்ன ரொம்ப கரெக்ட் தான். கேஸோட ரூமை பார்க்கணும். அப்பா சாமி பேப்பரு சவரு எல்லாமே அங்கேயே கிடக்கும். ஹாலு அம்மா நினைச்சாலே எனக்கு ஒரு மாதிரியா இருக்கு. പടം വരയ്ക്കാനാണ് ഇത്ര വലിയ പ്രശ്നം? അയ്യോ, ഇയാൾ വലിയ പിക്കാസോ. ഒരു പ്രശ്നമില്ല, താൻ വരച്ചോ. വെറുതെ ഇരിക്കേ, മാങ്ങോർക്ക്. കേശോടെ വിളിച്ചപ്പോ ഞാൻ വിചാരിച്ച രാത്രി ആയിരിക്കും വരണേന്ന്. എന്തരാണത് മാമന്റെ കുട്ടി എല്ലാരും കൂടെ മാങ്ങ ഉറക്കണ? നിനക്ക് കുളി തന്നെയൊന്നുമില്ലേ? 4 ദിവസം നീ കല്യാണ വേഷത്തിൽ തന്നെയാണോ? ചേച്ചി, ഞാൻ ആ പടം മൂന്നിയോടെ ഡ്രസ്സേ കൊണ്ടേയുള്ളൂ, തിരിച്ചു മറിച്ച് കിടണ്ടേ? നിന്ന് തിളങ്ങണം, അതുകൊണ്ട് ചോദിച്ചതാ. സൂപ്പർല്ലേ? ബസ് വരുമ്പോ എല്ലാരും നോക്കുമായിരുന്നു, ഓ മൈ ഗോഡ് വാട്ട് ഈസ് ദിസ് എന്ന് പറഞ്ഞു. അങ്ങനെ ആയിരിക്കൂല നോക്കിയത്. കുമാരനിങ് എത്തിയോ? ഇത് എന്തൊരു കോലവാടാ. നീ വയനാട്ടിൽ പുൽപ്പള്ളിയിലെങ്ങാണ്ട് കല്യാണത്തിന് പോയിട്ട് പിന്നെ നേരെ ബാംഗ്ലൂർ എങ്ങാണ്ട് പോയിട്ടൊക്കെ വരത്തുള്ളൂ പറഞ്ഞിട്ട്. പുൽപ്പള്ളിയില് നമ്മള് കല്യാണം കൂടിയിട്ട് വയനാട് ഒരു കറക്കം കറങ്ങി, അവിടുന്ന് നേരെ മൈസൂർ വിട്ടു, മൈസൂർ ഒരു കറക്കം കറങ്ങി, അവിടുന്ന് നേരെ ബാംഗ്ലൂർ വിട്ടു, അവിടെയും ചെറിയൊരു കറക്കം കറങ്ങിയിട്ട് ഞാനിങ്ങ് വന്നു. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. എന്നാ പിന്നെ അവിടെ അടുത്തല്ലായിരുന്നോ ബോംബെ? അവിടെയും കൂടെ കറങ്ങിയിട്ട് വന്നാ പോരായിരുന്നോ? അവിടെ കറങ്ങാന്ന് വിചാരിച്ചു, പക്ഷെ ബഡ്ജറ്റ് തീർന്നുപോയി. അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മൂമ്മയെ വിളിക്കാന്ന്. അയ്യോ, എന്നിട്ട് എന്താ വിളിക്കാൻ? ഞാൻ പൈസ അയച്ചു തന്നെയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ വിളിക്കാൻ ഞാൻ. ഇനി 2 മാസത്തേക്കിന് ഈ വീടിന് വെളിയിലോട്ട് നീ ഇറങ്ങിയേക്കരുത്, പറഞ്ഞാട്ടാ. സെറ്റ് പോലെ. ഓ, ബാംഗ്ലൂർ പോയിട്ട് ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നില്ലേ? ബാംഗ്ലൂര് മക്കൾക്ക് മേടിച്ചോണ്ട് വരാൻ പറ്റിയ സാധനം ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടൊന്നും മേടിച്ചില്ല. അപ്പൊ മൈസൂരിൽ നിന്ന് വരുമ്പോ മൈസൂർ പാക്ക് മേടിക്കായിരുന്നല്ലോ. മൈസൂർ പാക്ക് ഒന്ന് ചിരിച്ചു കാണിച്ചവൻ തരില്ല. ജംഗ്ഷനിൽ ഇറങ്ങിട്ടേ ഓട്ടോ വിളിച്ച് ഇങ്ങോട്ട് വരാൻ കാശില്ലാത്തോണ്ട് ഞാൻ അന്തസ്സായിട്ട് നടന്നു വന്നത്, കേട്ടല്ലേ? അതിന്റെ അടുത്ത് വർത്താനം പറയല്ലേ. മക്കളെ, ചേട്ടൻ്റെ കയ്യിൽ കാശ് ഉണ്ടായിരുന്നു, അവിടുന്ന് ഇവിടുന്നൊക്കെ കൂട്ടി വെച്ചത്, അത് തീർന്നുപോയി. നീ മനസ്സിലാക്കണം എന്റെ അവസ്ഥ. അതെ അതെ, അവിടെ നിന്ന് ഇവിടുന്ന് ഇസ്കിയ കാശ് ഉണ്ടായിരുന്നു അല്ലേ? ഇത് തന്നെ ഇവിടുത്തെ പ്രശ്നം. സത്യം പറയാലോ അമ്മൂമ്മ, ഞാൻ വിചാരിച്ചാണ് പോയ വഴി അങ്ങ് പോയാ മതിയായിരുന്നു, സന്തോഷമായിട്ട് അങ്ങ് പോവായിരുന്നു. സത്യം, ഞങ്ങൾക്കും ഒരു സന്തോഷം ഉണ്ടായിരുന്നേനെ. എപ്പോഴും സമയം കഴിഞ്ഞിട്ടില്ല, പോണെങ്കി പോവാൻ കേട്ടോ, നമ്മളാരും നടയൂല. ആകെ ഒരു ആന്തരേ ഉള്ളൂ. മര്യാദക്ക് വീട്ടിൽ കുത്തിയിരുന്നോണം കേട്ടാ. കണ്ടേ കേശോട്ടാ, ഇത്രയൊക്കെ കറങ്ങിയിട്ട് ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നു. അറിയാ ഈ ചോദ്യം വരുമെന്ന്. എന്റെ മക്കൾക്ക് ചേട്ടൻ കൊണ്ടുവന്ന എന്തിനാണ്? മുട്ടായി. പിടി. ഹലോ ഹലോ, ഒറ്റയ്ക്ക് കഴിക്കുകയാണോ? നമുക്കൊന്നുമില്ലേ? അത് പറ്റത്തില്ല, കല്ല് സമ്മതിക്കത്തില്ല. അപ്പൊ നീ കഴിക്കണേ കുഴപ്പമില്ലേ? കല്ലിനെ ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ അവളെന്നെ പഞ്ഞിക്കിടും. எதுவானாலும் 2 நாளைக்கு சாப்பிடுறதுக்கு நிறைய சாக்லேட் இருக்கு இப்போ. 2 നാളേക്ക് ഇപ്പൊ കണ്ടോണം, 1 മണിക്കൂർ കഴിയുമ്പോ ഇത് കാണത്തില്ല. പിന്നെ കനാന്റെ ആന്റിക്ക് ഒരു സ്പെഷ്യൽ സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട്. என்னதுடா? ഇപ്പം വെളിപ്പെടുത്താൻ പറ്റില്ല, പിന്നെ പറയാം. எனவே எனக்கு ரொம்ப சந்தோஷாச்சு. ഗൗരി சொல்லி கொடுத்தா. എനിക്ക് വയ്യ. ഇതിനിവിടെ നിൽക്കണ അകത്ത് വെക്കൂടി. ഞാനും ആലോചിച്ചു, ഞാൻ പോട്ട്. നിങ്ങളെപ്പോ തൂക്ക്, ഞാൻ പെരുക്കിട്ട് വരാം. പെരുക്ക് തൊള്ളി. പാടാ, നമുക്ക് പോയി മമ്പഴം വെക്കാം. അത് തന്നെ.